ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കണവ അതായത് കൂന്തൽ തോരനാണ്. ദിസ് ഈസ് ഐശ്വര്യ. വെൽക്കം ടു ടേസ്റ്റ് വിത്ത് ഐസ്. കണവ തോരൻ തയ്യാറാക്കാനായി ആദ്യം ഒരു പാൻ വെച്ച് കൊടുക്കാം. ചൂടാകുമ്പോൾ 2.5 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 2 വറ്റൽമുളക്, 1 തണ്ട് കറിവേപ്പിലയും ഇത്രയും നന്നായി വാടി വരുമ്പോൾ ഒരു മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവോള നന്നായി വാടി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. സവോളയുടെ നിറം മാറി വയണ്ടു വരുന്ന സമയം ഇതിലേക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന 250 ഗ്രാം കണവ ചേർത്ത് കൊടുക്കാം. കണവിൽ നിന്നും വെള്ളം ഇറങ്ങും. വേണമെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിളക്കാം. ഇപ്പോൾ തന്നെ കണവിൽ നിന്നും വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ഒരു 10 മിനിറ്റ് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. കണവ കൂടുതൽ വെള്ളമൊഴിച്ച് വേവിച്ചാൽ റബ്ബർ പോലെ കട്ടിയാകും. ടോട്ടൽ ഒരു 15 മിനിറ്റ് വേവ് മാത്രമേ ഇതിനുള്ളൂ. ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. വെള്ളം മുക്കാലും വറ്റി വരുന്ന സമയം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് ഇളക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പ് പാകമാണോ എന്ന് നോക്കാം. പാകമല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. മൂടി ഒരു 5 മിനിറ്റ് ചെറുതീയിൽ വറ്റിച്ചെടുക്കണം. ശേഷം മൂടി തുറക്കാം. ഇപ്പോൾ കണവയും അരപ്പുമെല്ലാം നന്നായി വെന്തു വന്നിട്ടുണ്ടാകും. ഇനി തുറന്ന് ഒരു 2 മിനിറ്റ് ആവിവെള്ളം വറ്റിച്ച് ഡ്രൈ ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ സ്വാദിഷ്ടമായ കണവത്തോരൻ തയ്യാറായി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും കാണാം മറ്റൊരു റെസിപ്പിയുമായി. അതുവരെ ബായ്.